പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മദ്രൈസ് ചലഞ്ച് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ സ്പോട്ട് കാണിക്കാനും വീഡിയോസ് കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതന്നെയാണ് കേട്ടോ നമ്മുടെ കോവിലകുണ്ട്, മഞ്ചേരിയിലുള്ള കോവിലകുണ്ടിൻ്റെ ഈ പാടത്താണ് കേട്ടോ നമ്മുടെ ഈ മഡ്രൈസ് നടക്കുന്നത്. ഈ ആലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത് മഡ്രൈസ് ചലഞ്ച് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വന്നിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തു നിന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഒതുങ്ങുന്നതല്ല ഈ മഡ്രൈസ് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പരിപാടി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും മുന്നിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇതാ വണ്ടികൾ നിരത്തി ഇട്ടിക്കുക കേട്ടോ, ലൈനായിട്ട് ഇട്ടിക്കുകയാണ്. ഇതൊക്കെ ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ള വാഹനങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ, കാറാണെന്നുണ്ടെങ്കിലും ജീപ്പാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അത് കണ്ടു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാനിതാ ഈ വണ്ടി കണ്ടത്. ഇത് ഫസ്റ്റ് ട്രാക്കിൽ ഇറങ്ങിയ വണ്ടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ആകെ ചെളിയായിട്ട് അങ്ങനെ മുന്നിലേക്ക് പോയപ്പോഴാണ് കേട്ടോ അതാ ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഈ ജീപ്പ് ഓടിക്കുന്നത്. എനിക്ക് അവളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അടിപൊളിയായിരുന്നു. ആൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ കാണാൻ. പിന്നെതാ ഇതാണ് കേട്ടോ ഇവർക്ക് മഡ്രൈസ് ചലഞ്ചിൽ ജയിക്കുന്നവർക്ക് കിട്ടുന്ന ട്രോഫിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമുക്കിതാ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണ് ഇവിടെ ഇരുന്ന് എന്താ പറയുക സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ, ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ഇവിടെ നിന്നാണ് വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാ ഒരുപാട് ക്യാമറമാന്മാരും ഒരുപാട് കാണികളും ഈ ചെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ വണ്ടി ഇറങ്ങി പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എന്നെ പോലെ നിങ്ങളാരെങ്കിലും ഇത് കാണാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവർക്ക് ഉജ്ജ്വലമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങളുടെ കയ്യടികൾ സാധിക്കുമെങ്കിൽ മൂന്ന് കയ്യടികൾ നൽകാൻ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു ജീപ്പ് ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു പെർഫോമൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളെ മലപ്പുറംകാരെ പൊതുവെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കാലിൽ പന്ത് വേണം അല്ലെങ്കിൽ കയ്യിൽ വണ്ടി വേണം എന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്രൈസ് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വെയിലത്തും ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് കൂടി നിന്ന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ ആദ്യം നിന്നത് ആ ആലിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റാത്തത് ഞാൻ ഫ്രണ്ടിൽ ചെളിയിൽ ഇറങ്ങി നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ കേട്ടോ വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക്. ശരിക്കും ആ വെയിലത്ത് നിൽക്കുന്ന കാര്യം പോലും മറന്നു പോകും നമ്മൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ. ഇത്രയ്ക്ക് നല്ല വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള വണ്ടിക്കൂട്ടുകൾ നമ്മൾ കാണുമ്പോഴാണ് കേട്ടോ മഹീന്ദ്ര
എന്നുള്ളതിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മഡ് റേസ് കാണാൻ വന്നിട്ടുള്ളത്. മുന്നേ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ നിന്നത് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള, അതായത് മഞ്ചേരിയിൽ മാത്രമുള്ളവരല്ല കേട്ടോ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി കൊണ്ട്. അതിലെടുത്ത് പറയേണ്ട തിരുവനന്തപുരത്തു നിന്നുള്ള 2-3 വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും കേരളത്തിലുള്ള വണ്ടിപ്രാന്തന്മാരെന്തായാലും ഉണ്ടായിരുന്നിരിക്കും ഇവിടെ കേട്ടോ. എല്ലാവരും എനിക്ക് അങ്ങനെ തോന്നി. കാരണം അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കുട്ടികളായാലും ഫാമിലി ആയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കില്ല ഒരു കാറുണ്ടായിരുന്നു. ഇവന് ഇടയ്ക്ക് വെച്ചൊന്ന് പണി പാടിയായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ആള് കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റക്കായി പോയിട്ടോ. അതാ കണ്ടില്ലേ ജനങ്ങൾ, എന്തോരം ജനങ്ങളായിരുന്നു എന്ന് പറയുമോ. ചുറ്റിനും ഗ്രൗണ്ട് നിറച്ചും ആൾക്കാരായിരുന്നു കേട്ടോ. ഈ സമയം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 മണി 12:30 ആ ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരെ കയ്യിൽ കുട ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരെ നമ്മൾ ഫ്ലെക്സൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സൊക്കെ മറിച്ചിട്ടിട്ട് അത് തലയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നിന്നത്. അമ്മാതിരി വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരോ ജീപ്പുകളായിട്ട് ട്രാക്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നത് എന്നതാണ് കേട്ടോ ഈ ഒരു ഗെയിമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വെയിറ്റ് ചെയ്തുള്ളൊരു ജീപ്പാണ്ടതായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓടിക്കുന്നത് ഒരു പെൺപുലിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ ഡ്രൈവിങ്. ഓളാണെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആണ് ആള്. ഇതുവരെ പോയ ജീപ്പുകളിൽ ഫൗളില്ലാണ്ട് പോയത് 2 ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഇവളും അതുപോലെ തന്നെ വേറൊരു ലേഡി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഫൗളില്ലാതെ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു അവർക്ക്. കാണികളായിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു നിൽക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരവ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഇതിന് ശേഷം വന്ന താറാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഇതാ ചെടിയിലെത്തിയപ്പോൾ തന്നെ ഓഫായി പോയിട്ടോ. പിന്നെ എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചെടിയാണ് കേട്ടോ. പിന്നെ അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ട്രാക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രാക്ടറിൽ വന്നിട്ട് വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ കേട്ടോ ചെയ്തത്. അല്ലാണ്ട് ഒരു രീതിയിലും ആ ചെടിയിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ട്രാക്ടർ വന്നിട്ടാണ് കേട്ടോ എടുത്ത് കൊണ്ടുപോയത്. ഒരു പ്രാവശ്യം വണ്ടി എടുത്ത സമയത്ത് ചെടിയിൽ നിന്ന് മാറ്റിയിട്ട് ട്രാക്ടർ ഒഴിവാക്കിയിട്ട് അവർ പിന്നെ എടുക്കാൻ നോക്കിട്ടോ ഫ്രണ്ട്സ്. പക്ഷേ അതും നടപടിയാവില്ല. പിന്നീട് ആ വണ്ടിയിൽ വലിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ അത് കൊണ്ടുപോയത്. ജീപ്പിൻ്റെ കാര്യം എടുത്തു പറയുന്ന പോലെ കേട്ടോ. ഇതിന് എല്ലാ വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജീപ്പ് ഈ ചെളിയിൽ കൂടെ പോകണ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ് കേട്ടോ. ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈമിങ്ങും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വെയിലുള്ളതുകൊണ്ട് ഞാൻ കരുതി ഗൈസ് പിന്നെ തിരിച്ചു പോകണം കേട്ടോ. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണിൽ അടിപൊളി ഒരു കാഴ്ച കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഇടയ്ക്കുന്നൊരു ഫോർച്യൂണർ, അത് എന്ത് നല്ല രീതിയിലാണ് കേട്ടോ അത് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കണ്ടപ്പോൾ. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ലോങ്ങിൽ നോക്കുമ്പോൾ എന്ന് പറയുന്നത്. എത്രമാത്രം ജനങ്ങളുണ്ടോ ഇതിൻ്റെ ചുറ്റും. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ പിന്നൊരു സർവത്തും കൂടി കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ